ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ്റ്റ് ലൈൻ. ഇന്ന് ഉമ്മാൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. പുളിയിഞ്ചി എന്നാണ് ഞങ്ങളൊക്കെ ഇതിന് പറയുക കേട്ടോ. പലരും ഇഞ്ചിപ്പുളിയെന്നും പുളിങ്കറിയെന്നും ഒക്കെ പറയും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരമുള്ള പുളിയിഞ്ചിയാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് വറുത്ത് കോരിയെടുക്കണം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇഞ്ചി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 2-3 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലൊക്കെ ഉമ്മാൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഒക്കെ ഒരു കൈയളവിലാണ് കേട്ടോ ഇടുന്നത്. ടീസ്പൂൺ ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ടൊന്നുമല്ല, എങ്കിലും ഏകദേശമൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടെല്ലാം ഇടുന്നതാണ്. അപ്പോൾ ഇഞ്ചി വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എരിവിന് വേണ്ടിയിട്ട് മധുരമുള്ള പുളിയിഞ്ചി ആയതുകൊണ്ട് തന്നെ കുറച്ച് പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു 3 പച്ചമുളകുണ്ട്, അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് വറുത്ത് കോരി എടുക്കണം കേട്ടോ. കുറച്ച് എണ്ണയുടെ കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം കൂടിയതുകൊണ്ട് ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗ്യാസിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പൊടിയൊന്നൊന്ന് നന്നായിട്ട് മുപ്പിച്ചെടുക്കുകയാണേ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയൊക്കെ വറുത്ത് കോരിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറുത്ത പുളിയൊക്കെ ഉണ്ടെങ്കിൽ പുളിയിഞ്ചിക്ക് നല്ലൊരു കളർ കിട്ടും. പഴയ പുളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഫ്രഷ് പുളി ആയതുകൊണ്ട് തന്നെ അത്ര കളർ ഉണ്ടാവില്ല, പക്ഷേ ടേസ്റ്റൊക്കെ പെർഫെക്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം കരിയാതിരിക്കാൻ കുറച്ച് പുളി വെള്ളം വെറുതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പുളി നന്നായി പിഴിഞ്ഞിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തിളച്ച് ഇഞ്ചി പച്ചമുളകൊക്കെ വെന്ത് വരുമ്പോൾ ഇതിലേക്ക് മധുരം ആയതുകൊണ്ട് തന്നെ മധുരത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ശർക്കര ഉരുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതുവരെ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് പച്ചക്കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞിട്ട് തിളച്ച് കുറുകി ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് ഉലുവ പൊടിച്ചതാണ്. അപ്പോൾ ഉലുവ പൊടിക്കുന്ന സമയത്ത് കുറച്ച് ചെറിയ ജീരകവും കടുകും കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ കൂട്ടി വറുത്ത് പൊടിച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്.
ഇനിയിപ്പോൾ ഇത് ആറിക്കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതിനുള്ള പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ നല്ല മധുരമൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ്. അപ്പോൾ മോര് കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.